ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത കേട്ടറ്റ് എക്സാം അത് എന്നായിരിക്കും എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ കഴിഞ്ഞ കേട്ടറ്റ് എക്സാം ഒരു കാരണവശാലും എനിക്ക് കിട്ടത്തില്ല, കാരണം അത് ക്വാളിഫൈ ചെയ്യാനുള്ള പാസ് മാർക്ക് എനിക്ക് കിട്ടില്ല എന്നിപ്പോൾ തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അറിയേണ്ടത് എന്നായിരിക്കും നമ്മുടെ അടുത്ത കേട്ടറ്റ് എക്സാം വരിക എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. സാധാരണ രീതിയിൽ കേട്ടറ്റ് എക്സാം വർഷത്തിൽ 2 തവണയാണ് നടക്കാറ്. ആദ്യമൊക്കെ വർഷത്തിൽ 3 തവണയും 4 തവണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 2022 ശേഷം വർഷത്തിൽ എത്ര തവണ, ആകെ 2 തവണ മാത്രമേ കേട്ടറ്റ് എക്സാം നടത്താറുള്ളൂ. നമ്മൾ ഈ വർഷം 2024 എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ 2 കേട്ടറ്റ് എക്സാം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത് ഒരു കേട്ടറ്റ് എക്സാം ഈ വർഷം ഉണ്ടാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. കാരണം ഒരു പക്ഷേ പരീക്ഷകൻ തീരുമാനിച്ച് ഒരു എക്സാമും കൂടിയും ഈ വർഷം നടത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നടക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഡിസംബർ, അതായത് 2024 ഈ വർഷം തന്നെ ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഒരു കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എക്സാം 2025 ഒരു ജനുവരി ലാസ്റ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിട്ടോ എക്സാം നടത്താൻ ചാൻസ് ഉണ്ടായിരിക്കും. കാരണം കേട്ടറ്റ് എക്സാം അങ്ങനെയാണ്, ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സാം നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇനി നാളെ വരുമോ അല്ലെങ്കിൽ മറ്റന്നാൾ വരുമോ എന്ന് വിചാരിച്ച് നിൽക്കുന്നതോട് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമാകുമ്പോൾ വന്നിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അതും കാത്ത് നിൽക്കാൻ പാടില്ല. അതായത് എപ്പോൾ വന്നാലും, ഇപ്പം നാളെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ എക്സാം ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്തായിരിക്കണം, അത് എഴുതാൻ റെഡി ആയിരിക്കണം. നോട്ടിഫിക്കേഷൻ വരട്ടെ, അത് വന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ ടൈം ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ പേര് നിൽക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തുണ്ടാവില്ല, ടൈം ഉണ്ടാവില്ല. ആകെ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ, കൂടിപ്പോയ 1.5 മാസം അത്രേ നമുക്ക് ടൈം കിട്ടാറുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാ ഏരിയയും കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എല്ലാ ഏരിയാസും, അതായത് എല്ലാ പോർഷൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, എല്ലാവരും തയ്യാറാവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസും ഇതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പാസ് മാർക്ക്, ഈ ഒരു കേട്ടറ്റ് പാസ്സാകാനുള്ള പാസ് മാർക്ക് നമുക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവേ എല്ലാവരും കേട്ടറ്റിന് ഫെയിൽ ആവുന്നത് 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആയിരിക്കും. അതായത് 10 മാർക്കിനോ അല്ലെങ്കിൽ 20 മാർക്കിനോ ഒന്നും പൊതുവേ ആരും കേട്ടറ്റിന് അങ്ങനെ ഫെയിൽ ആവാറില്ല. ഇപ്പം അങ്ങനെ ആവുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ മൈൻഡ് ചെയ്യാണ്ട് എക്സാമിന് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ എത്ര പഠിച്ച് പോയാലും 1 മാർക്ക് 2 മാർക്കിനൊക്കെയാണ് പൊതുവേ എല്ലാവരും ഫെയിൽ ആവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇരുന്ന് മനസ്സിരുത്തി പഠിക്കുക. നമ്മളൊക്കെ പൊതുവെ ചെയ്യുന്ന കാര്യമാണ്. അതായത് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ എക്സാം ഹാളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ തെറ്റിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, സമയം എടുത്താലും വേണ്ടില്ല, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക.